ഇനി നമ്മൾ ഈ ഒരു പ്ലാനിൽ ഡോറും വിൻഡോ എല്ലാം കാണിക്കാൻ പോകും. ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ് തന്നെയുള്ളൂ, പക്ഷേ വിൻഡോയും വെൻറ്റിലേറ്ററുമാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അത് വേറെ ഉണ്ടാക്കി വയ്ക്കുക ചെയ്യണം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ലെയർ ഉണ്ടാക്കണം. ഈ ചുമരിനെ വോളിനെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ വോൾ എന്ന് പറഞ്ഞിട്ടൊരു ലെയറിലേക്ക് മാറ്റണം. ലെയർ കമാൻഡിൽ വരിക, വോൾ എന്ന് പറഞ്ഞിട്ട് ലെയർ ഉണ്ടാക്കുക. അതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ലെയറിൻ്റെ ഡയലോഗ് ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള വോളുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞിട്ട് ലെയർ വോൾ എന്ന ലെയറിലേക്ക് ആക്കുക. പ്രോപ്പർട്ടി എടുക്കുന്നത് Ctrl+1 അടിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വരും. ഇനി അതെല്ലാമായി. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻഡോ അതിൻ്റെ വെൻറ്റിലേറ്ററും വരയ്ക്കാൻ പോകണം. അത് വരയ്ക്കാനൊന്നുമില്ല, നമ്മൾ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, എത്രയാണോ വിൻഡോയുടെ നീളം ആ നീളത്തിനനുസരിച്ച് എക്സ്ട്രാ വരച്ചുണ്ടാക്കുകയാണ്. പുറത്ത് 120 ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ വാൾ തിക്നെസ് വരയ്ക്കുന്നു. പിന്നെ രണ്ട് സൈഡിൽ ഓരോ ലൈൻ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിൻഡോയുടെ രണ്ട് ലൈനും തമ്മിലുള്ള മിഡ് പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഇതിനെ നമ്മളൊരു ബ്ലോക്കാക്കി മാറ്റുക, ഒരു സിംഗിൾ ഒബ്ജക്റ്റ്. അപ്പോൾ അതിന് B എന്നടിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് വരും. അവിടെ ഒരു വിൻഡോയ്ക്ക് ഒരു പേര് കൊടുക്കുക. W1 കൊടുത്തു. പിക്ക് പോയിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പോയിൻ്റ് എവിടെയെങ്കിലും കൊടുക്കുക. അതുമാതിരി സെലക്ട് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുക. കൺവേർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും നമ്മൾ വേറൊരു ലെയറിലേക്ക് മാറ്റണം. അപ്പോൾ വിൻഡോകളെല്ലാം ഒരു ലെയറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ലെയറിൽ വന്നു, ന്യൂ ലെയർ തുടങ്ങി, വിൻ എന്ന് പറഞ്ഞിട്ടൊരു പേര്, അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള പേര് കൊടുക്കാം. ഓക്കെ, അതിനൊരു കളറും സെറ്റ് ചെയ്യാണ്. ദെൻ ആദ്യം ചെയ്ത മാതിരി തന്നെ ആ ഒരു ഒബ്ജക്റ്റിനെ പിടിച്ചിട്ട് ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, ആ വിൻഡോനെ എടുത്തിട്ട് നമ്മൾ ആ ലെയറിലേക്ക് മാറ്റണം. ഇപ്പോൾ ആ വിൻഡോ അതിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോപ്പി എടുത്ത് നമുക്ക് വേണ്ടിടത്തെല്ലാം കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ഇത് ഹൊറിസോണ്ടലായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള പൊസിഷനുകളിലെല്ലാം ഇത് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. ഇനി വെർട്ടിക്കലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അതിനെ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ വീണ്ടും എടുത്തിട്ട് എവിടെയെല്ലാം ആണോ വിൻഡോ ഉള്ളത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഇനി വേറെ സൈസ് വിൻഡോസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളിതുമാതിരി ക്രിയേറ്റ് ചെയ്യണു, ബ്ലോക്കാക്കുന്നു, വേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇനി അടുത്തത് വെൻറ്റിലേറ്റർ ഉണ്ടാക്കണം. വെൻറ്റിലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വരയ്ക്കുന്നതിന് പകരം ഇതിനെന്ത് ചെയ്യണം, എക്സ്പ്ലോഡ് ചെയ്യുക. എക്സ്പ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിനെ വീണ്ടും പഴയ മാതിരി ആക്കുകയാണ്. എക്സ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോഡ് വർക്ക് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പഴയ മാതിരിയാവും. ഇനി അതിന് നീളം കുറയ്ക്കണം. ഇത് 120 ആയിരുന്നു, വെൻറ്റിലേറ്റർ 90 ആണ്. സോ 30 കുറയണം. സ്ട്രെച്ച് കമാൻഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഒരു ഭാഗം കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് നീളം കുറയ്ക്കുക, കൂട്ടുക, എന്ത് വേണം ചെയ്യാം. അതിനുശേഷം 30 അടിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, അവിടുന്ന് 30 കുറഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്ററിലെ ഭാഗം എന്ത് ചെയ്യാണ്ട് നമുക്ക് ഹിഡൻ ലൈൻ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാതെ ഹോമിൽ പോയിട്ട് ലൈൻ ടൈപ്പിൽ പോവുക. ലൈൻ ടൈപ്പിൽ പോയിട്ട് നമുക്ക് വേണ്ട ലൈൻ ടൈപ്പ് എന്ത് ചെയ്യുക, ലോഡ് ചെയ്യുക. അപ്പോൾ അവിടെ പല ടൈപ്പ് ഉണ്ട്. അത് ഞാൻ ഹിഡൻ എടുക്കുകയാണ്. അത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ലോഡാവും. അതിന് ശേഷം നമുക്ക് വേണ്ട ആ ലൈനിനെ സെലക്ട് ചെയ്യണം. അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടി പോയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ലൈൻ ടൈപ്പ് ഹിഡൻ ആക്കി മാറ്റി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുക, എസ്കേപ്പ് ചെയ്തിട്ട് ലൈൻ ടൈപ്പ് സ്കെയിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിൽ ഒന്ന് വലിപ്പം കൂടുകയൊക്കെ ചെയ്യും. വീണ്ടും അതിനെ ബ്ലോക്ക് ആക്കണു. വിൻഡോ ഉണ്ടാക്കിയ അതേമാതിരി തന്നെ പേര് കൊടുക്കുന്നു, പോയിൻ്റ് കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് ഒരു ബ്ലോക്കായി. ദെൻ അതിനെ വീണ്ടും നമ്മൾ ലെയറിലേക്ക് മാറ്റുന്നു, അത് സെലക്ട് ചെയ്യുന്നു, ലെയറിൽ വന്നിട്ട് വിൻഡോ എന്ന ലെയറിലേക്ക് തന്നെ മാറ്റണം. ഇതിനെ കോപ്പി ചെയ്തിട്ട് 2 വെൻറ്റിലേറ്ററാണ് നമുക്കുള്ളത്. ആ 2 സ്ഥലങ്ങളിൽ അത് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. ഇത് കൂടാതെ അതിനൊരു വേറൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെൻറ്റിലേറ്ററിനെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ വിൻഡോയും വെന്റിലേറ്ററും വെച്ച്. അതല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചതെന്നും ഉള്ള വ്യത്യാസം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കൊണ്ടുവന്ന് വെക്കുന്നതാണിത്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് നോക്കാം. ഓക്കെ, പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് നോക്കാം. പ്രിൻറ്റിനെ പറ്റി വേറൊരു വീഡിയോ കൃത്യമായിട്ട് ചെയ്യാം. ഒന്നുമില്ല, പ്രിൻ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക, പേജ് സൈസ് സെലക്ട് ചെയ്യുക, ഒരു വിൻഡോ എത്ര ഏരിയ ആണ് നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1000 ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പ്ലോട്ട് സ്റ്റൈൽ ടേബിൾ മോണോക്രോം ആക്കി വയ്ക്കുക. അതിനുശേഷം ഒന്ന് പ്രിവ്യൂ നോക്കുക. സ്കെയിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, സ്കെയിൽ ടു ഫിറ്റാണ്. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ ലൈൻ തിക്നെസ്സും ഒരേ തിക്നെസ് ആയിട്ടാണ് നിൽക്കുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ കട്ട് ചെയ്ത സ്ഥലത്ത് വെച്ചതും കട്ട് ചെയ്യാതെ വെറുതെ വെച്ച വെൻറ്റിലേറ്ററും ഒരേ മാതിരി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യണത് പ്രിൻ്റ് ഔട്ടിൽ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ലൈൻ വെയ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ലൈൻ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെയറിൻ്റെ വോളിൻ്റെ ലെയർ ലൈൻ വെയ്റ്റ് ഒന്ന് കൂട്ടുക. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെയറിൽ വീണ്ടും വരണം, ഇതെല്ലാം മാറ്റണമെങ്കിൽ ലൈൻ വെയ്റ്റിൽ പോവുക. നമുക്ക് വേണ്ട 35 mm കാണാം. 40 എത്ര വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇനി വീണ്ടും ഒന്ന് പ്രിൻ്റ് പ്രിവ്യൂ നോക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് അല്ലേ, വോളിന് മാത്രം കട്ടി കൂടിയിട്ടുണ്ട്, മറ്റേന് ചെറുതായിട്ടൊരു കട്ടി കുറവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ലൈൻ വെയ്റ്റ് ആണ് അതിലുള്ളത്. ഡീഫോൾട്ട് ലൈൻ വെയ്റ്റ് 0.25 മറ്റോ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈൻ വെയ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പോയിട്ട് ഒരു ആദ്യം ഡീഫോൾട്ട് ലൈൻ വെയ്റ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ലൈൻ വെയ്റ്റ് കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ലൈൻ വെയ്റ്റ് കണ്ടോ 0.25 ആണ് കാണിക്കുന്നത്. നമ്മൾ അതിലും കുറയ്ക്കുകയാണ്. ഓക്കെ, ഒരു 0.18 2.2 എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, 18 കൊടുത്തിട്ടുള്ളത്. ഓക്കെ അടിക്കുക. ഇനി ഒന്നുകൂടി ഒന്ന് പ്രിൻ്റ് പ്രിവ്യൂ നോക്കാം. അപ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വോള് കട്ട് ചെയ്തിട്ടെല്ലാം വിൻഡോ കൊടുത്തത്. കണ്ടോ, ഇപ്പോൾ ആ ഒരു വിൻഡോയുടെ ലൈന് തിന്നായിട്ടും വോൾ എന്ത് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യും. അപ്പോൾ ആ 35 പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. ഓക്കെ, മറ്റോടത്താണെങ്കിലോ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഓവർലാപ്പ് ചെയ്ത് പോയ മാതിരിയാണ് ആ വെൻറ്റിലേറ്റർ ഉള്ളത്. ഉണ്ടല്ലേ, ഇതാണിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു കാര്യം. ഓക്കെ, സോ അതൊന്ന് എസ്കേപ്പ് ചെയ്ത് പോയിരുന്നു നമ്മൾ. ഓക്കെ, ആ വെൻറ്റിലേറ്റർ എക്സ്ട്രാ വെച്ച വെൻറ്റിലേറ്ററും പുറത്തുള്ള വെൻറ്റിലേറ്ററിൻ്റെ ആ ഒരു ബ്ലോക്കും നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. അതിൻ്റെ ആവശ്യമില്ല. ഇനി അതിൻ്റെ ചുറ്റും ഒരു പ്ലിന്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലിന്ത് ഒന്നും കൊടുക്കുന്നതിന് പകരം ലൈൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ലൈൻസ് വെച്ച് കഴിഞ്ഞാൽ തിന്നായിട്ടുള്ള ലൈനുകളെല്ലാം കൊടുക്കാൻ ഒരു ലെയർ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിലാണ് ഈ ലെയർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനുശേഷം അതിനും 0.18 തിക്നെസ് കൊടുക്കുക, തിക്നെസ് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇനി അത് വരയ്ക്കാൻ എന്ത് ചെയ്യും, ഒരു പി ലൈൻ, പോളി ലൈൻ എന്നാണ് പറയുന്നത്. പി ലൈൻ അടിച്ച് കഴിഞ്ഞാൽ പി ലൈൻ മാതിരിയല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക, ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആയിട്ട് ഒറ്റ സിംഗിൾ ഒബ്ജക്റ്റ് ആയിരിക്കും. സോ അത് വരയ്ക്കുകയാണ് അതിൻ്റെ ചുറ്റും. അതൊരു വഴി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവസാനം വന്നിട്ട് സി എന്നടിച്ച് കഴിഞ്ഞാൽ ക്ലോസ് ആവും. അല്ലെങ്കിൽ ക്ലോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അതിനുശേഷം 5 ഓഫ്സെറ്റ് ചെയ്യണം. ഇതിന് പകരം ആ വോളിൻ്റെ ലൈനുകൾ നമുക്ക് ഓഫ്സെറ്റ് ചെയ്തിട്ട് ഫില്ലറ്റും ഒക്കെ ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനി ഏരിയ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഏരിയ കമാൻഡ് അടിക്കുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഉള്ളിലത്തെ ഈ പോളി ലൈൻ ആദ്യം വരച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ അവിടെ കാണിച്ചു തരും. അതുമാതിരി തന്നെ പെരിമീറ്ററും കാണിച്ചു തരും. അപ്പോൾ ആ ഒരു കമാൻഡ് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അത് ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി താഴത്തെ ലൈനും അതും ആവശ്യമില്ല, കാരണം അത് അടക്കമാണ് നമ്മൾ പ്ലിന്ത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വന്നത്. അത് രണ്ടും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഇനി ആ പുറത്തുള്ള ലൈനിനെ പിടിച്ച് എന്ത് ചെയ്യാം, ലൈൻസ് എന്ന ഒരു ലെയറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പ്ലിന്ത് കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിൽ സ്റ്റെപ്പ് വരയ്ക്കുകയാണ്. ഒരു ലൈൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, പിന്നെ ഇവിടെ നിന്നൊരു ലൈന്, അതിന് നേരെ സ്റ്റെപ്പ് വരയ്ക്കണം. ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് അതിനെ 25 ഓർ 30 എത്രയാണ് നിങ്ങളുടെ ത്രെഡ് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പുറത്തോട്ട് ഓഫ്സെറ്റ് ചെയ്യാം. എന്നിട്ട് വേണ്ടാത്ത ലൈനുകളെല്ലാം ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ളത് ട്രിം ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റെപ്പ് വരയ്ക്കാവുന്ന പണി ഇത്രയേ ഉള്ളൂ. ഒരു പ്ലാനിൽ സ്റ്റെപ്പ് വരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമാണത്. സാധാരണ ലൈനും ഓഫ്സെറ്റും ഒക്കെ തന്നെയാണ് ഇതിനുപയോഗിച്ചത്. സ്റ്റെപ്പിനും നമ്മൾ ആ ലൈൻസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് മാച്ച് പ്രോപ്പ് എന്നുള്ള ലെയർ ഉപയോഗിക്കുകയാണ്. MA അടിച്ചാൽ മതി, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലേക്ക് മാറി. ഇനി ഇതേമാതിരി പിറകിലുണ്ട് സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുക. ഞാനിവിടെ സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ. സോ നമ്മൾ കിച്ചൻ്റെ അവിടെ പുറത്തേക്കുള്ള അവിടെയും സ്റ്റെപ്പ് വരച്ചു, പ്ലാൻ വരച്ചു. ഇനി അത് ഫില്ലറ്റ് ചെയ്യാം. ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കുക. വീണ്ടും MA മാച്ച് പ്രോപ്പ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ മാച്ച് പ്രോപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത്. സോ ലെയറിൻ്റെ നമ്മുടെ പ്ലാനിൽ വോള്, വിൻഡോ, അതുപോലെ സ്റ്റെപ്പ്, പ്ലിന്ത് പ്രൊജക്ഷനൊക്കെ ചെയ്തു. ഓക്കെ.